Hello everybody, welcome to our Bangalore vlog. We had a 4 days leave, so Bangalore explore ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബാംഗ്ലൂർ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, ബസ്സിലാണ് പോയിരുന്നത്. നൈറ്റ് കയറി മോർണിംഗ് ബാംഗ്ലൂർ എത്തി. ഇത് ഐ തിങ്ക് തമിഴ്നാട് ബോർഡറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഞങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പൊന്നും കിട്ടിയിട്ടുണ്ടായില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഇറങ്ങാനായി മടിവാളയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. അവിടുന്ന് ഊബർ എടുത്തിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇതാണ് ചിഞ്ചു ചേച്ചി ഞങ്ങൾക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് ഇസ്കോൺ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. ഋതുചേട്ടൻ ഞങ്ങളെ ഇസ്കോണിലേക്ക് കൊണ്ടുപോയി. അത് വളരെ പീസ്ഫുള്ളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ നിന്ന് ബാംഗ്ലൂരിൻ്റെ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അവിടെ ഡ്രസ്സിങ്ങിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാനും പറ്റില്ല. ഇത് പിന്നെ ഈവനിങ് ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 ആൾക്കാരും പോകുമായിരുന്നു. ബാംഗ്ലൂർ റോഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ള റോഡാണ്. 2 ഭാഗത്തും മരങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഭംഗിയുണ്ടായിരുന്നു റോഡൊക്കെ. പക്ഷേ ട്രാഫിക് ഭയങ്കര ഹെക്റ്റിക്കാണ്. ഓരോ സിഗ്നൽസിലും ഓൾമോസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. രാത്രി ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി. ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ആ ഭാഗത്തായിരുന്നു. അവിടെ കുറച്ച് നേരം സ്റ്റക്കായി. പിന്നെ ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ടാണ് MG റോഡ് ആ ഒരു ഭാഗത്തേക്ക് പോയിരുന്നത്. മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു, അവിടെയുള്ള പാരഗണിന്ന് നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചു. There are lots of bookstores in Bangalore. ഇത് ചർച്ച് സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരു ബുക്ക് സ്റ്റോറാണ്. ആൻഡ് ദിസ് ഇസ് വിധാൻ സൗദ. അതിൻ്റെ നൈറ്റ് വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഭയങ്കര അൺഹൈജീനായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. ചിഞ്ചു ചേച്ചിക്കും ഋതുവേട്ടനും ഓഫീസുള്ളതിനെ കൊണ്ട് ഞങ്ങൾ രണ്ടാളുമാണ് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. ഞങ്ങൾ ഊബർ എടുത്തിട്ടാണ് പോയത്. ഇത് സൗത്ത് ബാംഗ്ലൂരിലുള്ള ഫോറം മാളാണ്. ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാത്തതിനുകൊണ്ട് ലഞ്ച് കഴിച്ചിട്ട് എവിടെ പോകാമെന്ന് ഡിസൈഡ് ചെയ്യാമെന്ന് വെച്ചു. ഇത് മിനിസോ ആണ്, ഫോറം മാളിൻ്റെ ഉള്ളിലുള്ള മിനിസോ. ചായ കുടിച്ചിട്ട് മാളിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ചായോസിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയത്. ചായ ഭയങ്കര അവസ്ഥയായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ചായ കിട്ടിയത് പോലും. ചായ വാസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നമ്മത്തേട്ടന് ഷൂ നോക്കാൻ വേണ്ടി കയറി. പക്ഷേ ഒന്നും മേടിച്ചില്ല കേട്ടോ. ജസ്റ്റ് അവിടെയുള്ള എല്ലാ ഷൂസും നോക്കി. ഞാൻ ഭയങ്കര കട്ട പോസ്റ്റായിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് പിന്നെ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോറം മാളിൻ്റെ മുന്നിൽ തന്നെ മെട്രോ ഉണ്ടായിരുന്നു. ചിക്പേട്ടിലേക്കാണ് ഞങ്ങൾ പോയിരുന്നത്. ബാംഗ്ലൂർ നല്ല അടിപൊളി സിറ്റിയാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു ബാംഗ്ലൂർ. ഇത് ചിക്പേട്ടാണ്. ഭയങ്കര റഷായിരുന്നു റോഡൊക്കെ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ആ ഒരു റോഡ് സ്ട്രെയിറ്റ് നടന്നു. ഭയങ്കര റഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ വലിയ ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. പിന്നെ ചിക്പേട്ട് ഭയങ്കര വൈഡാണ്. ഒരുപാട് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിക്പേട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഞങ്ങൾ മെട്രോ കണ്ടുപിടിച്ചു. മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് അടിയിൽ കൂടെയാണ് മെട്രോ പോകുന്നത്. ഞങ്ങൾ മെട്രോ ഇറങ്ങി അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. നല്ല സൂപ്പർ മഴ. അവിടെ ഓൾമോസ്റ്റ് ഒരു ½ an hour ഞങ്ങൾ സ്റ്റക്കായിരുന്നു. പിന്നെ ഊബർ എടുത്തിട്ട് UB സിറ്റി മാളിലേക്ക് പോയി. അവിടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ടൊസ്കാനോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. ആക്ച്വലി ഇവിടെ ഭയങ്കര നല്ലൊരു വൈബായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഡേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ പേര് ചിക്കൻ ഡി ടൊസ്കാനോ. യെസ്, ദിസ് ഈസ് ദാറ്റ് ഫുഡ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് നല്ല അടിപൊളിയായിരുന്നു. ആ വൈബ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ ഊബർ എടുത്ത് വീണ്ടും ചിഞ്ചു ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ എൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അത് നോർത്ത് ബാംഗ്ലൂർ സൈഡാണ്. ഹെബ്ബാൾ ആ ഒരു പാർട്ടിലേക്കാണ് അവരുടെ ഫ്ലാറ്റ് വരുന്നത്.
യെസ്, റോഡൊക്കെ നല്ല ഭംഗിയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ട്രാഫിക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ലൈക്ക് ഓരോ സിഗ്നൽ, കുറച്ച് പോകുമ്പോൾ ഓരോ സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽസിൽ നമ്മളിങ്ങനെ കുറേ നേരം സ്റ്റക്കായിരിക്കും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹെക്റ്റിക്കാണ് അവിടുത്തെ ട്രാഫിക് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നോർത്ത് സൈഡ് ഓഫ് ബാംഗ്ലൂർ ഒരുപാട് സ്പേസ് ഉണ്ട്, ലൈക്ക് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ബട്ട് സൗത്ത് സൈഡ് ഇസ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ദിസ് ഈസ് ആദ്വിക്, ഞങ്ങളുടെ അക്കു. ആൾ ഞങ്ങൾ വരുമ്പോഴേക്ക് ഞങ്ങളെ സർപ്രൈസ് ആക്കി ലൈക്ക് ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒരു ക്യാൻഡിൽ ലൈറ്റ് ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അടിപൊളി ഫുഡ് വൃന്ദ ചേച്ചി ഉണ്ടാക്കി വെച്ചു. ദിസ് ഈസ് മൈ കസിൻ ഷിനിയേട്ടൻ ആൻഡ് വൃന്ദ ചേച്ചി. അക്കു കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ അക്കുവിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അത് അവരിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇത് അവരുടെ കമ്മ്യൂണിറ്റിയാണ്, അവരുടെ അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഒരുപാട് നടക്കാനൊക്കെ സ്പേസ് ഉണ്ട്. ഇത് കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പൂളാണ്. ഈവനിങ് ഞങ്ങൾ കുറച്ച് നേരം സ്വിം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നമിതേട്ടനും ഷിനിയേട്ടനും കൂടിയും ടേബിൾ ടെന്നീസ് കളിക്കായിരുന്നു. ഞങ്ങൾ 3 ആൾക്കാരും സ്വിം ചെയ്തു. ഈവനിങ് ഞങ്ങളൊരു റെസ്റ്റോ ബാർ പോയിട്ടുണ്ടായിരുന്നു. ബിഗ് ബ്രൂസ്കി എന്നാണ് അതിൻ്റെ പേര്. ഇറ്റ് ഈസ് ലൈക്ക് ബ്രൂയിങ് കമ്പനിയാണ്. അവർ അവിടെ തന്നെ ബിയേഴ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. ലൈക്ക് അവിടുത്തെ ഫുഡും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞങ്ങൾ വെറൈറ്റി ഓഫ് ഫുഡ് അവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡിഫറെൻറ്റ് ഷോട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ദിസ് ഈസ് ദേവിക, ദേവു. ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ന്യൂ ഫ്രണ്ടാണ്. വൃന്ദ ചേച്ചീൻ്റെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് നൈറ്റ് വീട്ടിൽ തിരിച്ചെത്തിയ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. പഴയ കഥകളൊക്കെ പറഞ്ഞു. പിന്നെന്താ, പാട്ട് പാടില്ലായിരുന്നു മെയിൻ തിങ്. അവിടെ മൈക്കൊക്കെ ഉണ്ട്. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര പാട്ടുകാരായി മാറിയപ്പോഴേക്കും. ഞങ്ങളെല്ലാവരും മെലഡി സോങ് മൂഡിലായിരുന്നു. പക്ഷേ നമിതേട്ടന് റാപ്പ് സോങ് പാടിയാൽ മതി. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് വാസ് ഗുഡ്. ഇത് പിന്നെ ഞങ്ങൾ മല്ലേശ്വരം പോവാണ് കേട്ടോ. മല്ലേശ്വരം പോകുന്ന റോഡാണിത്. നല്ല ഭംഗിയുള്ള റോഡല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അക്കു വെറുതെ അഭിനയിക്കുക കേട്ടോ. അവൻ ഉറക്കമൊന്നും ആയിരുന്നില്ല, വെറുതെ അഭിനയിക്കുകയായിരുന്നു. ഇതാണ് മല്ലേശ്വരം. മല്ലേശ്വരത്തിലുള്ള ഒരു ടെമ്പിളാണ്. അവിടെ 3 ടെമ്പിൾ ഉണ്ടായിരുന്നു. അടുത്തടുത്തായിട്ട് 3 ടെമ്പിൾ ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു ടെമ്പിളാണ് ഇത്. നല്ല ഭംഗിയുള്ള അവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ലൊരു കൂൾ പ്ലേസാണ്, ഫുൾ മരങ്ങളൊക്കെ ആയിട്ട്. ഇത് അതിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ശിവൻ്റെ ക്ഷേത്രമാണ്. ലൈക്ക് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. കുളത്തിൽ നിറച്ചും ആമകളും വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അവിടുത്തെ 3ാമത്തെ ടെമ്പിളാണ്. ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നു എത്തിയത്. സോ ഓൾമോസ്റ്റ് എല്ലാ അമ്പലങ്ങളും ഇങ്ങനെ അടച്ചു വരുമായിരുന്നു. ഇത് അവിടുത്തെ 3ാമത്തെ ടെമ്പിളാണ്. ഐ തിങ്ക് ഗണപതിയുടെ ടെമ്പിളാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഇവിടുത്തെ ആംബിയൻസും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അക്കുവിന് ആ ബലൂൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു, അക്കുവിനൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. ഈവൻ എൻ്റെ കസിൻസിനെ എല്ലാവരും ഞാൻ ചെറുപ്പത്തിലാണ് കണ്ടത്. എൻ്റെ മെമ്മറിയിൽ അവരൊക്കെ ഭയങ്കര ചെറുതാണ്. പിന്നെ കൊച്ചിയിലേക്ക് പോയത് പിന്നെ ഞാൻ ഇവരൊക്കെ കാണുന്നത് വളരെ കുറവാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് അങ്ങ് വലുപ്പം വെച്ച് പോയ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇത് മല്ലേശ്വരം സ്ട്രീറ്റാണ്. നല്ല അടിപൊളി സ്ട്രീറ്റാണ്. ലൈക്ക് അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയുള്ള ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ചു. അവിടുത്തെ ഫുഡാണ് ലൈക്ക് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവിടെ എന്തോ മാംഗോ ഉത്സവമോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. ഫുഡ് ഓക്കെ ആയിരുന്നു, അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് അവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ്, നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണുന്ന ആ ഒരു സ്ട്രീറ്റാണിത്. അവിടുന്ന് കുറച്ച് ടോപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് പോവുകയാണ്.
ലൈക്ക് ഞങ്ങൾ തിരിച്ച് ഷിനിയേട്ടൻ്റെ ഫ്ലാറ്റിൽ വന്നു സാധനങ്ങളൊക്കെ എടുത്തിട്ട്. അന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നത്, 8:30 ആ ഒരു സമയത്തായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ ഭാരതീയ മാൾ എന്ന് പറയുന്ന ഒരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു മാളാണ്. അവിടുത്തെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസൊന്നും അത്ര എടുത്തിട്ടുണ്ടായില്ല. ഇത് നോർത്ത് സൈഡ് ഓഫ് ബാംഗ്ലൂരാണ്. ഞങ്ങളെ ബസ് മടിവാളയിൽ നിന്നാണ്. അപ്പം ഇവിടുന്ന് മടിവാളയിലേക്ക് അത്യാവശ്യം ലൈക്ക് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ പിന്നെ നേരത്തെ ഇറങ്ങിയത്, ഇനി ട്രാഫിക്കിലൊന്നും പെട്ടുപോകണ്ടെന്ന് വെച്ചിട്ട്. ഇത് അവിടുത്തെ ഒരു നിയർ ബൈ മാളാണ്. അവിടുന്ന് ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബസ് കയറിയത്. ഈ 4 days ഓഫ് ബാംഗ്ലൂർ ട്രിപ്പ് ഞങ്ങളെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാകും. താങ്ക്സ് ടു മൈ കസിൻസ്. അവരാണ് ഞങ്ങൾ ട്രിപ്പ് അടിപൊളിയാക്കിയത്. അവരെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നത്. ഇതായിരുന്നു ഞങ്ങളെ ബസ്. നല്ല കംഫർട്ടബിളായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.